ഈ 1600 വർഷവും സഭയിലേക്ക് ആളുകൾ ചേർക്കപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിലെ ക്രൈസ്തവ സമൂഹം വളരെ ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ്. ഇവിടെ വ്യാപകമായി ഇവിടെയുള്ള ഹൈന്ദവരെ ക്രൈസ്തവ മതത്തിലേക്ക് ചേർക്കുവാൻ വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിച്ചുവെങ്കിൽ നിശ്ചയമായിട്ടും കുറേ ക്രിസ്ത്യാനികളൊക്കെ ഇവിടെ ഉണ്ടാകുമായിരുന്നു. അങ്ങനെയൊന്നും ആയിരുന്നില്ല. കാരണം ഇവിടെയുള്ള ഹൈന്ദവർ ക്രിസ്ത്യൻ മിഷണറിമാരെയും ആദ്യമ ക്രൈസ്തവ സഭയിലേക്ക് ചേർന്നവരെയും എത്രമാത്രം സ്നേഹത്തോടെ ചേർത്ത് നിർത്തി എന്നുള്ളത് ഭാരത ക്രൈസ്തവ സഭയുടെ വേറിട്ട ഒരു ചൈതന്യവും ഒരു സാക്ഷ്യവുമാണ്. നമ്മുടെ ദൈവാലയങ്ങൾ പണിയുന്നതിന് വേണ്ടി, അതിലേക്കുള്ളതായ തടികളെല്ലാം നൽകുന്നതിന് വേണ്ടി അന്നത്തെ രാജഭരണകാലത്തുള്ള രാജാക്കന്മാരും ഹൈന്ദവ സഹോദരങ്ങളുമൊക്കെ അവരുടെ പറമ്പ് നൽകിയും അവരുടെ മരം വെട്ടിയെടുത്തുമൊക്കെയാണ് പണ്ട് കാലത്തൊക്കെ ദൈവാലയങ്ങൾ വരെ പണിതതും. ഈ വിശ്വാസം, നിർഭയം, നിർദാക്ഷിണ്യം, ആരെയും പേടിക്കാതെ എവിടെയും പ്രസംഗിക്കുവാനും പ്രചരിപ്പിക്കുവാനും ജീവിക്കുവാനുമുള്ളതായ സ്വാതന്ത്ര്യമുള്ള ഒരു ഇന്ത്യയായിരുന്നു അന്നും നമ്മുടെ ഭാരതം എന്നുള്ളതിൽ നമുക്ക് എത്ര കണ്ട് അഭിമാനിക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് ഒരു സ്വതന്ത്ര ഭാരതത്തിൽ ഭാരതത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവനം ചെയ്യുന്നതായ സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, അത് മറ്റു മതങ്ങളെ മുറിപ്പെടുത്തിക്കൊണ്ടാവരുത്, അത് മറ്റ് മതങ്ങളെ ചെറുതാക്കിക്കൊണ്ടാവരുത്. എനിക്ക് എൻ്റെ മതവും എൻ്റെ വിശ്വാസവും പ്രചരിപ്പിക്കുവാനും പ്രസംഗിക്കുവാനുള്ളത് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. അവിടെ പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്കോ പുരുഷനോ മതത്തിലേക്ക് ചേരണമെങ്കിൽ അവരെ തടയുവാനും ഭാരതത്തിലെ നിയമം അനുവദിക്കുന്നില്ല. അതിന് വിരുദ്ധമായിട്ടുള്ള നിയമാവലികളും നിയമങ്ങളും ഒക്കെ ഉണ്ടാവുന്നതും ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നതും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്നതുമൊക്കെ ഭാരതത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വിപരീതമായിട്ടുള്ളതാണ് എന്നുള്ളത് ഉറക്കെ പ്രഖ്യാപിക്കുന്നതിൽ ഇവിടുത്തെ ഹൈന്ദവർക്കും ഇവിടുത്തെ മുസ്ലിങ്ങൾക്കും ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അതിന് വിപരീതമായിട്ട് ഏതെങ്കിലും കുൽസിത മാർഗങ്ങളിലൂടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് തീവ്ര നിലപാടുകളിലൂടെയുള്ളത് ആളുകൾ ചെയ്യുമ്പോൾ അതിനെതിരെയുള്ളത് അജാഗ്രത പുലർത്തുവാൻ ഗവൺമെന്റുകൾക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. അവിടെ ജാഗ്രതയോടുകൂടി ഗവൺമെന്റുകൾ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നതായ സ്വാതന്ത്ര്യം, മതേതരത്വവും ബഹുസ്വരതയും സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുമ്പോഴാണ് നമ്മുടെ നാട്, നമ്മുടെ രാജ്യം ലോകത്തിന് മുന്നിൽ ഒരു കറുത്ത പാടായി നമ്മുടെ ചരിത്രത്തിൽ അവശേഷിപ്പിക്കപ്പെടുവാൻ പോകുക. അങ്ങനെ ഉണ്ടാകാതിരിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കറിയാമല്ലോ, 100 വർഷങ്ങൾക്ക് മുമ്പ് സൈഫോ എന്ന പേരിൽ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ പോകുന്നില്ല. മെത്രാന്മാരും കന്യാസ്ത്രീകളും സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളുമൊക്കെ 10,000-കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത് അന്ന് ഒട്ടോമാൻ എംപററിന്റെ കാലത്ത്. അങ്ങനെയുള്ള ചരിത്രമുണ്ട്. ഏത് കാലത്തും ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏത് മതമാണെങ്കിലും മതം മനുഷ്യത്വം മറന്നുള്ളതായ മതത്തിൻ്റെ വിശ്വാസങ്ങൾ അത് അടിച്ചേൽപ്പിക്കുന്നതും അത് മനുഷ്യരിലേക്ക് മനുഷ്യരുടെ വിപത്തിനും വലിയ രക്തച്ചൊരിച്ചിനും ഇടയാക്കുന്ന യഥാർത്ഥത്തിൽ മതമൊന്നും അനുശാസിക്കുന്നതല്ല. അങ്ങനെയുള്ളതൊന്നും മതമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. മതം എപ്പോഴും മനുഷ്യത്വത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും അനുകമ്പയെക്കുറിച്ചും സഹാനുഭൂതിയെക്കുറിച്ചും മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഇത് ക്രിസ്ത്യൻ മതമായാലും ഹൈന്ദവ മതമായാലും ഇസ്ലാം ആയാലും ഒരു വേദവും അതിനെതിരായിട്ട് പ്രചരിപ്പിക്കുന്നില്ല, ഒരു വേദവും അതിനെതിരായിട്ട് പ്രസംഗിക്കുന്നുമില്ല, പഠിപ്പിക്കുന്നുമില്ല. അങ്ങനെയെങ്കിൽ എന്തിനാണ് മതത്തിന്റെ പേര് പറഞ്ഞ് ഇതുപോലുള്ള കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? അവിടെയാണ് ഒരു തിരിച്ചറിവും ഒരു തിരിച്ചുവരവും വിവേകത്തോടു കൂടിയുള്ളതായ പ്രവർത്തനങ്ങളും ഉത്തരവാദപ്പെട്ട ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ അഭ്യർത്ഥനയും. പ്രിയമുള്ളവരെ, ഇവിടെ മതശൂന്യം ഒരു വലിയ ദിശാബോധം ഭാരതത്തിനും മലങ്കരയ്ക്ക് പൊതുവായി നൽകുന്നു എന്നുകൂടി ഈ സമയത്ത് പ്രത്യേകം ഞാൻ ചേർത്ത് പറയട്ടെ. ഒരുവൻ ക്രിസ്തുവിലാകേണ്ടത് ലോകത്തിന്റെ പ്രലോഭനങ്ങൾ ലഭിച്ചിട്ടായിരിക്കരുത്, മറിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് മരിക്കുന്നവരുടെ മാതൃക കാട്ടിയിട്ടാണ് ഒരുത്തൻ ക്രിസ്തുവിലാകേണ്ടുന്നത്, മറ്റു പ്രലോഭനങ്ങൾ കാട്ടിയിട്ടല്ല. ആ പ്രലോഭനങ്ങളിലൂടെ ക്രിസ്തു സഭയിലേക്കും സമുദായത്തിലേക്കും വരുന്നതിന് നാം ഒരു കാലത്തും അതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ പാടില്ല. പ്രിയമുള്ളവരെ, പ്രയാസത്തിന്റെ പേരിൽ, ദുരിതത്തിന്റെ പേരിൽ, പീഡനങ്ങളുടെ പേരിൽ, നീതി നിഷേധിക്കുന്നതിന്റെ പേരിൽ അവർക്കത് ചെയ്തു കൊടുക്കുമ്പോൾ അതിന്റെ പിന്നാമ്പുറം എന്ന് പറയുന്നത് മതത്തിലേക്ക് ചേർക്കുക എന്നുള്ളതാണെങ്കിൽ അതിനെ അംഗീകരിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ ഐഡന്റിറ്റി ഉണ്ട്, എല്ലാ മതങ്ങൾക്കും അവരുടെ വിശ്വാസങ്ങളുമുണ്ട്, അവർക്ക് ആ വിശ്വാസം വഴി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവിടെയാണ് മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനുമുള്ളതായ മനസ്സ് നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മുടെ മതം, നമ്മുടെ വിശ്വാസം
കൂടുതലായ ലോകത്തിന് മുമ്പിൽ ഉയർന്നു നിൽക്കുന്നതും ഇന്ന് വരെയും അതുപോലെ ഉയർന്നു നിൽക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളതും എന്ന് നമുക്ക് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുവാനായിട്ട് സാധിക്കും.